ഇത് കണ്ടോ പനീർ തണുത്തുറഞ്ഞ് വല്ലാണ്ട് അവസ്ഥയിലിരിക്കുക കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, ഞാൻ പനീർ എടുത്ത് വെക്കാൻ നോക്കിയപ്പോൾ ഇതാ ഇരിക്കുന്നു അവൻ്റെ കളിപ്പാട്ടം. എവിടെ നോക്കിയാലും ഇപ്പം അതേ ഉള്ളൂ. ഇത് കണ്ടില്ലയോ, MTRൻ്റെ സേവിയൻ മിക്സ് എന്ന് പറഞ്ഞൊരു സംഭവം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ സേമിയയുടെ ഉപ്പുമാവ്. അപ്പം എനിക്ക് മിച്ചർ പോലെ തോന്നി അതിന് കേട്ടോ, മിച്ചർ തിന്നുന്ന ഒരു ഫീല്. പക്ഷെ ഞാനിത് രണ്ടാമത്തെ വട്ടമാണ് വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പം ഇത് ജസ്റ്റ് മാഗി പോലെ തന്നെയാണ്. നമ്മളെ 3 മിനിറ്റ് ജസ്റ്റ് വേവിക്കുക, എടുക്കുക. അതിൻ്റെ അകത്ത് എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചായ ഇട്ടായിരുന്നു. ഈ സേമിയയുടെ ഉപ്പുമാവ് എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് എല്ലാ സംഭവം ഉണ്ട്. കപ്പലണ്ടി, കറിവേപ്പില, നമ്മുടെ നാരങ്ങ നീര് വരെ ഒഴിച്ചിട്ടുണ്ട്. നല്ലതാണ്. ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് ഉപ്പ് വരെ അതിൻ്റെ അത് കറക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇച്ചിരി എൻ്റെ ഉപ്പുമാവ് തിന്നുമ്പോൾ എനിക്ക് പഞ്ചസാര ഇട്ട് കൂട്ടി തിന്നുന്നത് ഏറ്റവും ഇഷ്ടം. അപ്പം ഞാൻ ഇച്ചിരി പഞ്ചസാര ഇടും കേട്ടോ. പഞ്ചസാര ഇട്ട് കൂട്ടി അത് കഴിക്കുന്നത് എനിക്ക് അല്ലാണ്ട് എന്തോ തിന്നാൻ തോന്നത്തില്ല. ഉപ്പുമാവ്, പുട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് പഞ്ചസാര ഇടാതെ തിന്നാനേ പറ്റത്തില്ല. അപ്പം ഞാൻ എനിക്ക് ഒന്നാതെ വിശന്നിരിക്കുമായിരുന്നു. അപ്പം പെട്ടെന്ന് അത് കഴിച്ചു. പിന്നെ അതുകൊണ്ട് പിന്നെ പനീർ ഉണ്ടാക്കിയായിരുന്നു. പിന്നെ ഗ്രീൻ പീസ് വെള്ളത്തിൽ ഇട്ടായിരുന്നു. വെള്ളം പറ്റി ഗ്രീൻ പീസ് മാത്രമുള്ള അവസ്ഥയിലായിപ്പോയി. പിന്നെ അരി അരച്ച് വെച്ചായിരുന്നു. ഇവനെ വെച്ച് അരച്ചുകൊണ്ട് ഇവന് ഭയങ്കര ദേഷ്യം വന്നിരിക്കുക. വണ്ടില്ല കരയുക. പിന്നെ അതിന് ശേഷം ഈ ഇച്ചിരി ബദാം മിൽക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ബദാം മിൽക്ക് എടുത്ത് കുടിച്ചു. ഈ ബദാം മിൽക്കിന് ഭയങ്കര ടേസ്റ്റാണ്. ഞാനിപ്പോൾ എത്രാമത്തെ വട്ടം വാങ്ങിക്കുന്നത് എനിക്ക് തന്നെ ഇത്. നാട്ടിലാണെങ്കിൽ നമുക്ക് ഒരു എനിക്കിഷ്ടപ്പെടത്തില്ല, ഇഷ്ടമുള്ളവർ കാണും. പക്ഷേ ഞാൻ വാങ്ങിക്കാറേ ഇല്ലായിരുന്നു നാട്ടിൽ ബദാം മിൽക്ക്. പക്ഷേ ഇവിടുത്തെ ഈ ബദാം മിൽക്ക് ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ്. അപ്സര എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ കേട്ടോ. അപ്പം ഞാൻ ഇവിടെ നിന്ന് മിക്കവാറും വാങ്ങിച്ച് കുടിക്കുന്നത്. എന്തോ രുചിയാണെന്നറിയോ. അപ്പം അതൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഡ്രസ്സ് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഇട്ട് നോക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്കും എന്നെ ഇടാൻ സമ്മതിക്കത്തില്ല. കണ്ടില്ല, ഇടയ്ക്ക് വന്നിട്ട് കയറി മണ്ടയ്ക്കിരുന്ന് ഡ്രസ്സിൻ്റെ ഭംഗിയൊക്കെ കാണാമെന്ന് വെച്ചപ്പോൾ അവൻ കയറി നോക്കുമോ. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ബൈ.